ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ശബരിപാതയുടെ പണികൾ ആരംഭിക്കുമെന്ന വാർത്തയുടെ സന്തോഷത്തിൽ നാട്ടുകാർ. ഡൽഹിയിൽ നിന്ന് ശബരിപാതയുടെ പണികൾ ആരംഭിക്കുമെന്ന വാർത്ത വന്നതിനാൽ പ്രദേശത്തുകാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് പ്രതീക്ഷ നൽകുന്നത്. സർക്കാരിന്റെ എറണാകുളം ജില്ലയിലെ ചാർജുള്ള മന്ത്രി പി രാജീവിനോടും ചാലക്കുടി MP ബെന്നി ബെഹനാനോടും പ്രദേശത്തുള്ള ജനങ്ങൾ അനവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ലോക്സഭയിൽ ഇക്കാര്യം MP-മാരായ ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ജോസ് കെ മാണി എന്നിവർ അനവധി പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. 111 കിലോമീറ്റർ ദൂരമുള്ള ശബരിപാത 1998 റെയിൽവേ ബജറ്റിലാണ് പ്രഖ്യാപിച്ചത്. അങ്കമാലി മുതൽ കാലടി വരെ 8 കിലോമീറ്റർ റെയിൽവേ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല. പാതക്കായി ഭൂമി വിട്ടുകൊടുത്ത 2862 കുടുംബങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കാതെ കാൽനൂറ്റാണ്ടായി കഷ്ടത്തിലായി. മുൻ MP-മാരായ PC ചാക്കോ, KP ധനപാലൻ, ഇന്നസെന്റ് എന്നിവർ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്നതിന് അനവധി പ്രാവശ്യം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സർവേക്കല്ല് സ്ഥാപിച്ച ഭൂമി വിൽക്കാനോ ബാങ്കിൽ പണയപ്പെടുത്താനോ സാധിക്കാതെ ഈ കുടുംബങ്ങൾ ദുരിതത്തിലായി. മക്കളുടെ വിവാഹം, പഠിത്തം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഈ വീട്ടുകാർ കഷ്ടത്തിലായിരുന്നു. എറണാകുളം ജില്ലയിലെ അങ്കമാലി മുതൽ കോട്ടയം ജില്ലയിലെ രാമപുരം വരെ 70 കിലോമീറ്റർ നീളത്തിലാണ് സർവേ കല്ലുകൾ ഇട്ടത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 3810 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ശബരി റെയിൽപാത വീണ്ടും സജീവമാവുകയാണ്. എന്നെപ്പോലെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന എനിക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് വളരെ പ്രമാദമായിട്ട് ശബരിപാത വരുന്നു എന്ന് കേട്ടത്. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതു, ഒരു അണ്ടർ പാസേജ് പണിതു, ഇവിടുത്തെ ഒരു 2000-ഓളം വരുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി ഫ്രീസ് ചെയ്തു. ഒരുപാട് ആളുകൾ ദുരിതത്തിലായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ അനുപാത ഇടപെടലുകളുടെ പ്രശ്നമാണ് ഇത് വൈകിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഞങ്ങളേറെ ദുരിതത്തിലായി. ഇപ്പോൾ ഈ അവസ്ഥയിൽ കാലടി റെയിൽവേ സ്റ്റേഷൻ മയക്കുമരുന്ന് ആളുകളുടെ കൈമാറ്റക്കാരുടെ കേന്ദ്രമായി, പൊതുശല്യമായി, ഇഴജന്തുക്കളായി, ഇവിടെ അല്പം സ്ഥലമൊന്നും എടുക്കാതെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നത്തിലാണ്. എന്നും ഭീതിയാണ്. കൊട്ടേഷൻ ടീമുകളുടെ വികാര കേന്ദ്രമാണ്. മധ്യകേരളത്തിലെ 14 പട്ടണങ്ങൾക്ക് ഇതുമൂലം യാത്രാ സൗകര്യം ലഭ്യമാകുമെന്ന് മാത്രമല്ല, കാലടിയിലെ അരി വ്യവസായം, ജാതിക്ക വ്യവസായം, മറ്റ് മലഞ്ചരക്കുകളുടെ വ്യവസായ പുരോഗതി, നെടുമ്പാശ്ശേരി വിമാനത്താവള വികസനം, കാലടി ശ്രീശങ്കര ക്ഷേത്രം, മലയാറ്റൂർ കുരിശുമുടി, കാഞ്ഞൂർ തിരുനാൾ, തിരുവൈരാണിക്കുളം ക്ഷേത്രം, അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്ര വികസനം, മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ കൃഷി, പെരുമ്പാവൂരിലെ ഫ്ലൈവുഡ് വ്യവസായം, ശബരിമല വികസനം എല്ലാം ഇതിലൂടെ നടപ്പിലാകും. കാലടിക്ക് സമീപം മറ്റൂരിൽ റെയിൽവേ സ്റ്റേഷനും കാലടി പുഴയിൽ പാലവും നിർമ്മിച്ച് ഇതെല്ലാം കാട് പിടിച്ച സാമൂഹ്യവിരുദ്ധരുടെ കയ്യേറ്റത്താൽ നശിച്ചു കിടക്കുകയാണ്. സ്ഥലവാസികൾ പരാതിപ്പെട്ടാലും മാരി പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൂർ ഡിവിഷൻ മെമ്പർ സിജോ ചൊവ്വരാൻ പറഞ്ഞു. സ്ഥലം വിട്ടുകൊടുത്ത കുടുംബങ്ങൾ കഷ്ടത്തിൽ നിന്ന് കരകയറാൻ എത്രയും വേഗം സ്ഥല ഉടമകൾക്ക് എടുത്ത സ്ഥലത്തിന്റെ പണം കിട്ടുമെന്ന ആശ്വാസമാണെന്നും സ്ഥലം വിട്ടുകൊടുത്തവരുടെ സംഘടനാ നേതാവ് KC ബേബി പറഞ്ഞു. പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കഴിയട്ടെ എന്നും നാട്ടുകാർ ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.